ഹായ് ഫ്രണ്ട്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും രാവിലെ ചായക്കടി ഒന്നും ആവട്ടെ അതിൻ്റെയൊക്കെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു കറിയാണ്. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പ്രഷർ കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. പ്രഷർ കുക്കർ ഏകദേശം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ്, പിന്നെ ചെറിയൊരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതിനോട് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലകളാണ് ചേർക്കുന്നത്. മുളക് പൊടിയാണ്, അത്യാവശ്യം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടിയിൽ വലിയ ജീരകവും പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ജീരകം എക്സ്ട്രാ ചേർക്കുന്നില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റായ കടല ചേർത്ത് കൊടുക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണ്. 1 കപ്പ് അളവിൽ കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് കടലയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് കറി തയ്യാറാക്കുന്നത്. കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവുകളുടെ ഇത് കൂട്ടിയാൽ മതി. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം കറി ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.